നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വിശുദ്ധ തോമാസ് ലീഹയുടെ ദുക്രാന തിരുനാളിന് ഷാർജ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾ ഫാദർ റജി മനക്കലേറ്റ്, ഫാദർ ജോസ് വട്ടക്കുളത്തിൽ, ഫാദർ ഡെന്നീസ് സൽദാന എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് ഫാദർ ജോസ് വട്ടക്കുളത്തിന്റെ നേതൃത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. അനേകം വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ജൂൺ 28 മുതൽ ജൂലൈ 6 വരെ 9 ദിവസത്തെ നൊവേനയും പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 7 രാവിലെ 10:30 ജഗദൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലിയും ലതീഞ്ഞും സ്നേഹവിരുന്നും തിരുനാളിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ സ്പോർട്സ് ഫിയസ്റ്റ 2024 എന്ന തലക്കെട്ടിൽ നടത്തുന്ന കായിക പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. റേഡിയോ സിനോയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജീർ, ജനറൽ സെക്രട്ടറി ഷാനവാസ്, സ്പോർട്സ് കോർഡിനേറ്റർ അബ്ദുൾ റഹ്മാൻ, ഏരിയൽ മീഡിയ ഇൻചാർജ് സുലൈമാൻ അസ്കർ, ഉപദേശക സമിതി അംഗം അമീർ അലി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സജീന എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. 1 മാസത്തോളം നീളുന്ന കായികമേളയുടെ വിശദവിവരങ്ങൾ ജനറൽ സെക്രട്ടറി ഷാനവാസ് വിവരിച്ചു. വോയിസ് ഓഫ് ആലപ്പി ഹമർ ടൗൺ ഏരിയ കമ്മിറ്റി അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഹമർ ടൗൺ ബ്രാഞ്ചുമായി ചേർന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായ ജൂൺ 21 മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 180ഓളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി ഹമർ ടൗൺ ഏരിയ പ്രസിഡന്റ് അനൂപ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ഹമർ ടൗൺ ഏരിയ കോർഡിനേറ്റർ സന്തോഷ് ബാബു സ്വാഗതം ആശംസിച്ചു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.